നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്ലോകം 51 തുടങ്ങി 64 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. 64 സർഗത്തിലെ ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം 64 51 തുടങ്ങി 64 വരെയുള്ള ശ്ലോകങ്ങൾ. സകൃത്വാഥോദകം തൂർണം താപസസഹഭാര്യയാ മാമുവാച മഹാതേജ കൃതാഞ്ജലിമുപസ്ഥിതം. അദ്യൈവ ജഹിമാം രാജൻ മരണേനാസ്തി മേ വ്യഥ യാ ശരണൈകപുത്രം മാം തോമകർഷാരീരപുത്രകം. ത്വയാപി ച യദജ്ഞാനാൻ നിഹതോ മേ സബാലകഃ തേന ത്വാമപി ശപ്സ്യേഹം സുദുഃഖം അതിദാരുണം. പുത്രവ്യസനജം ദുഃഖം യദേതന്മമ സാമ്പ്രതം ഏവം ത്വം പുത്രശോകേന രാജൻ കാലം കരീഷ്യസി. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പുത്രവ്യസനജം ദുഃഖം യദേ തന്മമ സാമ്പ്രതം ഏവം ത്വം പുത്രശോകേന രാജൻ കാലം കരീഷ്യസി. അജ്ഞാനാത്തു ഹതോ യസ്മാത് ക്ഷത്രിയേണ ത്വയാ മുനിഃ തസ്മാത് ത്വാം നാവിശത്യാശു ബ്രഹ്മഹത്യാ നരാധിപ. ത്വാമപ്യേതാദൃശോ ഭാവ ക്ഷിപ്രമേവ ഗമിഷ്യതി ജീവിതാന്തകരോ ഘോരോ ദാതാരമിവ ദക്ഷിണാം. ഏവം ശാപം മയിന്യസ്യ വിലപ്യ കരുണം ബഹു ചിതാമാരോപ്യ ദേഹം തൻ മിഥുനം സ്വർഗമഭ്യയാത്. തദേതച്ചിന്തയാനേന സ്മൃതം പാപം മയാ സ്വയം തദാ ബാല്യാത് കൃതം ദേവി ശബ്ദവേദ്ധ്യനുകർഷിണാം. തസ്യായം കർമ്മണോ ദേവി വിപാകസമുപസ്ഥിതഃ അബദ്ധ്യൈ സഹ സംഭുക്തേ വ്യാധിരന്നരസേ യഥാ. തസ്മാൻ മാമാഗതം ഭദ്രേ തസ്യോദാരസ്യ തദ്വചഃ ഇത്യുക്ത്വാ സദുദംസ്തസ്തോ ഭാര്യാമാഹത്തു ഭൂമിപഃ. യദഹം പുത്രശോകേന സംത്യജിഷ്യാമി ജീവിതം ചക്ഷുഭ്യാബ്ധം ന പശ്യാമി കൗസല്യേ ത്വം ഹിമാം സ്പൃശ. യമക്ഷയമനുപ്രാപ്ത ദ്രക്ഷ്യന്തി ന ഹിമാനവാഃ യദി മാം സംസ്പൃശേത് രാമ
സഹൃദം പാരഭേദവാ ധനം വാ യൗവരാജ്യം വാ ജീവേയമിതി മേ മതിഃ ന തന്മേ സദൃശം ദേവി യന്മയാ രാഘവേ കൃതം. സദൃശം തത്തു തസ്യൈവ യതനേന കൃതം മയി ദുർവൃത്തമപി പുത്രം ത്യജേത് ഭുവി വിചക്ഷണഃ. 51 തുടങ്ങി 64 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. 64 സർഗത്തിലെ ശ്ലോകം 51 ചൊല്ലി ഏകദേശമായ അർത്ഥം പറയാം ഓരോ ശ്ലോകങ്ങളുടെയും. ശ്ലോകം 51. സകൃത്വാധോദകം തൂർണം താപസഃ ഭാര്യയാ മാമുവാച മഹാതേജ കൃതാഞ്ജലിമുപസ്ഥിതം. ഭാര്യയോടൊപ്പം ഉദകക്രിയ ചെയ്തതിന് ശേഷം മഹാതേജസ്വിയായ താപസൻ കൂപ്പുകൈയോടെ അടുത്ത് നിൽക്കുന്ന എന്നോട് പറഞ്ഞു, ദശരഥനോട് പറഞ്ഞു. ആ മുനിപുത്രൻ്റെ ഉദകക്രിയ അച്ഛനും അമ്മയും കൂടി ചെയ്തിരിക്കുകയാണിപ്പോൾ. മകൻ ഉടലോടെ സ്വർഗം പോവുകയും ചെയ്തു. രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, ഇപ്പോൾ തന്നെ എന്നെ കൊന്നാലും മരണത്തിൽ എനിക്ക് വ്യഥയില്ല. അമ്പെയ്ത് എൻ്റെ ഏകപുത്രനെ വധിച്ച് എന്നെ പുത്രനില്ലാത്തവൻ ആക്കിയതാണല്ലോ അവിടുന്ന്. ഇനി 53, 54 ശ്ലോകങ്ങൾ ചൊല്ലാം. ത്വയാപി ചയതജ്ഞാനാൻ നിഹതോ മേ സബാലകഃ തേന ത്വാമപി ശപ്സ്യേഹം സുദുഃഖമതിദാരുണം. പുത്രവ്യസനജം ദുഃഖം യദേതന്മമ സാമ്പ്രതം ഏവ ത്വം പുത്രശോകേന രാജൻ കാലം കരീഷ്യസി. 53, 54 ശ്ലോകങ്ങളുടെ അർത്ഥം. അറിയാതെയാണെങ്കിലും എൻ്റെ ബാലകനെ ഭവാൻ വധിച്ചു. അതിനാൽ ദാരുണവും ദുഃഖകരവുമായി ഞാൻ ഭവാനെ ശപിക്കുന്നു. പുത്രവ്യസന ദുഃഖത്താലാണ് എനിക്ക് ഈ കഷ്ടാവസ്ഥ വന്നത്. ഇതുപോലെ ഭവാനും പുത്രശോകത്താൽ മരിക്കട്ടെ. അങ്ങനെയാണ് ദശരഥന് ആ ശാപം കിട്ടുന്നത്. ശ്ലോകം 55. അജ്ഞാനാത്തു ഹതോ യസ്മാത് ക്ഷത്രിയേണ ത്വയാ മുനിഃ തസ്മാത് ത്വാം നാവിശത്യാശു ബ്രഹ്മഹത്യാ നരാധിപ. ശ്ലോകം 55ൻ്റെ അർത്ഥം. ക്ഷത്രിയനായ ഭവാൻ മുനിയെ വധിച്ചത് അറിയാതെ ആയതിനാലാണ് ബ്രഹ്മഹത്യാപാപം ഏൽക്കാതെ ഇരിക്കുന്നത്. ശ്ലോകം 56. ത്വാമപ്യേതാദൃശോ ഭാവ ക്ഷിപ്രമേവ ഗമിഷ്യതി ജീവിതാന്തകരോ ഘോരോ ദാതാരമിവ ദക്ഷിണാം. ഇതുപോലെ എൻ്റേതുപോലെയുള്ള ഘോരാവസ്ഥ ഭവാന്റെയും അന്ത്യമുളവാക്കും, ദാതാവിന് ദക്ഷിണ എന്ന പോലെ. ശ്ലോകം 57. ഏവം ശാപം മയിന്യസ്യ വിലപ്യ കരുണം ബഹു ചിതാമാരോപ്യ ദേഹം തൻ മിഥുനം സ്വർഗമഭ്യയാത്. 57ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇപ്രകാരം വിലപിച്ചുകൊണ്ട് എന്നെ ശപിച്ചതിന് ശേഷം ദേഹത്തെ ചിതയിലിട്ട് അവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോയി. ശ്ലോകം 58. തദേതച്ചിന്തയാനേന സ്മൃതം പാപം മയാ സ്വയം തഥാ ബാല്യാത് കൃതം ദേവി ശബ്ദവേദ്ധ്യനുകർഷിണ. ചിന്തയിലകപ്പെട്ടപ്പോൾ ഞാൻ ചെയ്ത ഈ പാപം ഓർമ്മയിലെത്തി. ശബ്ദവേദിയായ അമ്പെയ്ത് മൂഢമായി ഞാൻ സ്വയം ചെയ്തു പോയ പാപം ദശരഥൻ പറയുകയാണ്. ശ്ലോകം 59. തസ്യായം
തസ്യായം കർമ്മണോ ദേവി വിപാകസമുപസ്ഥിതഃ അപഥ്യൈ സഹ സംഭുക്തേ വ്യാധിരന്നരസേ യഥാ. ശ്ലോകം 59 അർത്ഥം. ആ കർമ്മത്തിൻ്റെ ഫലമാണിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അപഥ്യത്തോടെ ഭക്ഷിച്ച അന്നത്തിൻ്റെ സാരത്താൽ വ്യാധി എന്ന പോലെ ആണത്. ശ്ലോകം 60. തസ്മാന്മാമാഗതം ഭദ്രേ തസ്യോദാരസ്യ തദ്വചഃ ഇത്യുക്ത്വാ സരുദ്രംസ്തസ്തോ ഭാര്യമാഹതു ഭൂമിപഃ. ശ്ലോകം 60 അർത്ഥം. ആ മഹാൻ്റെ വാക്ക് ഇപ്പോൾ എന്നിൽ ഫലിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ രോദനം ചെയ്തുകൊണ്ടും വിറച്ചുകൊണ്ടും അദ്ദേഹം പത്നിയോട് പറഞ്ഞു. ശ്ലോകം 61. യദഹം പുത്രശോകേന സംത്യജിഷ്യാമി ജീവിതം ചക്ഷുർഭ്യാപ്തം ന പശ്യാമി കൗസല്യേ ത്വം ഹിമാം സ്പൃശഃ. ശ്ലോകം 61 അർത്ഥം. അതിനാൽ പുത്രശോകം നിമിത്തം ഞാൻ മരിക്കാൻ പോകുന്നു. കൗസല്യേ, എനിക്ക് നിന്നെ കണ്ണാൽ കാണാനാവുന്നില്ല. ഭവതി എന്നെ തൊട്ടിരിക്കൂ. 62, 63 ശ്ലോകങ്ങൾ. യമക്ഷയമനുപ്രാപ്ത ദ്രാക്ഷ്യന്തിന ഹിമാനവാഹ യദി മാം സംസ്പൃശേദേത് രാമ സഹൃദാംബാരഭേദവാം ധനം വാ യൗവരാജ്യം വാ ജീവേയമിതി മേ മതിഃ ന തന്മേ സദൃശം ദേവി യന്മയാ രാഘവേ കൃതം. 62, 63 ശ്ലോകങ്ങളുടെ അർത്ഥം. യമലോകം പ്രാപിച്ചവരെ മനുഷ്യൻ കാണുന്നില്ല. രാമൻ എന്നെ സ്പർശിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ധനവും രാജ്യവും കൈക്കൊള്ളുന്നുവെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്നെനിക്ക് തോന്നുന്നു. ഞാൻ രാമനോട് ചെയ്തത് എനിക്ക് ഒട്ടും ചേർന്ന പ്രവൃത്തിയല്ലല്ലോ. ശ്ലോകം 64. സദൃശം തത്തുതസ്യൈവ യതനേന കൃതം മയി ദുർവൃത്തമഭികപുത്രം ത്യജേദ്ഭുവി വിചക്ഷണഃ. ശ്ലോകം 64 അർത്ഥം. രാമൻ എന്നോട് ചെയ്തതാകട്ടെ അവന് തികച്ചും ചേർന്നത് തന്നെ. വിചക്ഷണനായ ആരാണ് ദുർവൃത്തൻ ആയനവനെങ്കിൽ പോലും സ്വന്തം പുത്രനായവനെ ത്യജിക്കുക. ദുർവൃത്തനാണെങ്കിൽ പോലും ഒരച്ഛനും സ്വന്തം പുത്രനെ ത്യജിക്കുകയില്ലല്ലോ. ഞാൻ ചെയ്തത് അതീവ ശുദ്ധനായ സാത്വികനായ അവനെ ത്യജിക്കുകയാണല്ലോ ഞാൻ ചെയ്തത്. ഇനിയുള്ള ശ്ലോകങ്ങൾ നാളെ ചൊല്ലാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.